അപ്പോൾ നമ്മളുടെ മെഹന്തി ക്ലാസ് ഡേ 1 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 2 സെക്ഷൻസ് ആയിട്ടായിരിക്കും, അതായത് 2 വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. വീഡിയോ ഞാൻ സ്പീഡാക്കണമൊന്നുമില്ല കേട്ടോ, കാരണം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാ ബേസിക് കാര്യങ്ങളും ഒരു തവണ ഇതിൽ കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾ മാക്സിമം കഴിയണതും പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. ഫസ്റ്റ് നമ്മൾ ലൈൻസാണ് പഠിപ്പിക്കുന്നത്. ലൈൻസ് എന്ന് പറയുമ്പോൾ ഒരു തറ്റത്ത് നിന്ന് ആ തറ്റത്ത് വരെ നമ്മളിങ്ങനെ കോണ് വലിച്ച് പിടിച്ചാൽ മതി. ഓർഗാനിക് കോണൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ നോർമൽ കോൺസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പണിയായിരിക്കും. എന്നാലും നമ്മൾ ട്രൈ ചെയ്യട്ടോ. ഈ കോണിനും ചെറിയ പ്രശ്നമുള്ളത് കാരണമാണ് വളഞ്ഞൊക്കെ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം ലൈൻസ് കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈൻസ് ഫില്ല് ചെയ്യണ രീതിയിലാണ്. ലൈൻസ് ഫില്ല് ചെയ്യാൻ പറയുമ്പോൾ ഇതാ ഒരു 3 പാർട്ടാക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ലൈൻസ് ഇടേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ അത്രക്ക് ഗ്യാപ്പില്ലാത്ത രീതിയിൽ കൊടുക്കണം. അതായത് നമ്മൾ ഒറ്റ തവണ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കള്ളിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഫില്ലായിട്ട് കിടക്കണം. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ആ ലൈൻസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയണ മാതിരി തന്നെ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഞാൻ 3 വരച്ചിട്ടുള്ളൂ, ഞാൻ 4 വരച്ചിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. ഇതൊക്കെ ബേസിക്കായിട്ട് മെയിനായിട്ട് നമ്മുടെ ബ്രൈഡൽ ഹെന്ന ആയിക്കോട്ടെ, എങ്ങനെ ഹെന്ന ചെയ്യണമെങ്കിലും ലൈൻസ് ഇല്ലാണ്ട് വേറെ പരിപാടിയില്ല. അതുകൊണ്ട് ലൈൻസ് മുഖ്യമാണ്. അത് വളയാണ്ട് ശ്രദ്ധിക്കുക, വളയാണ്ട് ഇടാൻ ശ്രമിക്കുക. സെക്കൻഡ് വൺ നമ്മളുടെ ഹമ്പുകളാണ്. ഹമ്പുകൾ വരയ്ക്കണമെങ്കിൽ ആദ്യം ഇതുപോലെ ലൈൻസ് വരയ്ക്കണം. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ റാ ഷേപ്പ്, ഈ ലൈനിൻ്റെ മുകളിൽ റാ എന്നിങ്ങനെ വരച്ചു കൊടുക്കുമല്ലോ, അതുപോലെ ചെയ്താൽ മതി. അത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അത് ഒരേ നീളത്തിലും ഒരേ വീതിയിലും ചെയ്തെടുത്താൽ ഒന്നുകൂടെ പെർഫെക്ഷൻ ആവും. അതും നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത്യാവശ്യം പ്രാക്ടീസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണം. അപ്പം അടുത്തൊരു ഹമ്പ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതുപോലെ തന്നെ ലൈൻസ് ഇടുക, ഇതുപോലെ റാ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ നമ്മൾ റാ ഷേപ്പിൽ എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഹമ്പിന് മുകളിൽ കുറച്ചുകൂടെ വലിയ ഹമ്പുകൾ ആണ് നമ്മൾ വരയ്ക്കണത്. അതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈന് കൂടെ വരച്ചു കൊടുത്തിട്ട് ആ ഹമ്പിൻ്റെ ലൈനിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. മെഹന്തി വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത് എന്താണ്, നമ്മളുടെ മെഹന്തി ഇടുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ബേസിക് മീൻസ് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. എല്ലാറ്റിലും എല്ലാ സംഭവത്തിലും ഈ ഒരു ഡിസൈന് വരും. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് സ്പൈറലാണ്. സ്പൈറൽ വരയ്ക്കാനുള്ള ഒന്നുകൂടെ എളുപ്പത്തിലുള്ള പരിപാടിയാണ് ക്രോസ് ഇടുക, ഒരു തെറ്റ് ഇടുക. അതിൻ്റെ ഒരു ഞാൻ എൻ്റെ വീഡിയോയിൽ കാണുന്ന മാതിരി ചെയ്താൽ മതി. ആ ഒരു ഫിനിഷിങ് പോയിന്റിൽ എന്ത് ചെയ്യുക, നമ്മളൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അത് ക്രോസ് ഇല്ലാണ്ടാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് വന്നിട്ട് ലാസ്റ്റ് ഒന്നെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നിർത്തുക. ഇതാണ് സ്പൈറൽ. ഈ ഒരു സംഭവം ഇല്ലാണ്ട് മെഹന്തി ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം മെഹന്തിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ഏതൊരു ഫ്ലവർ വരയ്ക്കുമ്പോഴും ഈ ഒരു സാധനം ഇല്ലാണ്ട് ആരും വരക്കൂല. ഈ വീഡിയോയിൽ കാണിച്ചു തരുന്ന ബേസിക് എലമെൻറ്റ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഹന്തി എങ്ങനെ ഇടേണ്ടത്, ഇതിൻ്റെ പേരൊക്കെ അറിയുമ്പോൾ ഒരു ധാരണ കിട്ടും എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സാണ്. കാരണം ഇത് പഠിക്കാണ്ട് വേറെ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മളുടെ ഡോട്ട്സ് ആണ് വരുന്നത്. ഡോട്ട്സ് ചെറിയ ഡോട്ട്, വലിയ ഡോട്ട്, ആ ഒരു ടൈപ്പിൽ ഡോട്ട്സ് വരുന്നുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ 3, ഇതൊക്കെ ഓരോ ഹെന്ന ചെയ്യുമ്പോഴുള്ള ഓരോ ട്രിക്സാണ് കേട്ടോ. പിന്നെ നമ്മൾ വലുതീന്ന് ചെറുതേക്കുള്ള ഡോട്ട്സ് അങ്ങനെയും പഠിക്കട്ടോ. പിന്നെ നമ്മൾ സ്പൈറൽ നേരത്തെ പഠിപ്പിച്ചു തന്നീന്നല്ലോ, ഇപ്പം നേരമല്ല നമ്മൾ സ്പൈറൽ പഠിച്ചത്, ഹമ്പിനെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സ്പൈറൽ പ്ലസ് ഹമ്പാണ് അടുത്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഹമ്പിനെ വരയ്ക്കുക. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് റൗണ്ട് ഷേപ്പിൽ എന്ത് ചെയ്യുക, ഹമ്പുകളെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഒറ്റ ഇടലിലൊന്നും ഒരിക്കലും ശരിയാവില്ല. നമ്മൾ മാക്സിമം പ്രാക്ടീസ് ഞാൻ പറഞ്ഞല്ലോ 10 ദിവസത്തെ ക്ലാസ്സിൽ മാക്സിമം എന്ത് ചെയ്യണം,
നിങ്ങളിത് ചെയ്തുകൊണ്ട് നിൽക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു യൂസ്ഫുൾ ഉണ്ടാവുള്ളൂ. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിന്നാലേ ഏതൊരു സംഭവം ശരിയാവുള്ളൂ. ഫസ്റ്റത്തെ ദിവസത്തെ ക്ലാസ്സിൽ തന്നെ ഇത് ബെറ്റർ ആയിട്ടുണ്ട്, ഇതായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചില്ല അങ്ങനെ പറയരുത്. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ എല്ലായിടത്തും ഒന്ന് കൈ വഴങ്ങിയാൽ സെറ്റ് ആവുള്ളൂ. പിന്നെ വരുന്നത് ഡോട്ട്സ് പ്ലസ് ലൈൻസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇതുപോലൊരു 4 ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അത് ഓരോരോ മോഡൽ ലൈൻസ് ഡോട്ട്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റത്തെ ഡോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലൈനിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, വലിയൊരു ഡോട്ട് പിന്നെ ചെറിയൊരു ഡോട്ട്. ഇനി ഡോട്ട് എന്നൊന്നുമില്ല, കുത്ത്. വലിയൊരു കുത്ത്, ചെറിയൊരു കുത്ത്, വലിയ കുത്ത്, ചെറിയ കുത്ത്, വലിയ കുത്ത്, ചെറിയ കുത്ത്, ആ ഒരു മോഡൽ. രണ്ടാമത്തത് വരുന്നത് വലുതിന്ന് ചെറുതേക്ക് ഡോട്ട് ഇടുക. വലിയ ഡോട്ട്, അതായത് വലിയ കുത്ത്, പിന്നെ കുറച്ചുകൂടെ വലിയ കുത്ത്, പിന്നെ കുറച്ചുകൂടെ വലിയ കുത്ത്, പിന്നെ ചെറിയ കുത്ത്, ചെറിയ കുത്ത്, ആ ഒരു ടൈപ്പിൽ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യണത്, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇതാ കുറച്ച് ഇടവിട്ടിട്ട് കുത്തുകൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ നേരെ 2 നേരെ താഴെ വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, അവിടെ ഒരു കുത്തിട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ബ്രൈഡൽ ഹെന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ സിമ്പിൾ ഹെന്ന ആയിക്കോട്ടെ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു പ്രധാന ഡിസൈനാണ് കേട്ടോ. അടുത്തത് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ഡ്രോപ്സ് ആണ്. ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഈ മഴത്തുള്ളി പോലത്തെ സംഭവം. അതിൻ്റെ ട്രിക്സ് കാണിച്ചു തരാം. ഒരു കുത്തിടുക, ജസ്റ്റ് ഒന്ന് താഴോട്ട് വലിച്ചു കൊടുക്കുക. ഒരു ഡോട്ട്സ് ഇടുക, ജസ്റ്റ് മുകളിലോട്ട് ഇടുക. ഇതാണ് നമ്മൾ ഡ്രോപ്സ് വരുന്നത്. ഓക്കെ, മഴത്തുള്ളി പോലത്തെ. അങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു മഴത്തുള്ളി പോലെ. ഇതൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ദാ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക്, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക്, മേലിൽ നിന്ന് താഴോട്ട്, കണ്ടോ? ഈ ഒരു ഡിസൈൻ ഇടാൻ പറ്റും. ഇനി അത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലൈൻസ് ഇടുക. ലൈൻസ് വന്ന് ഇതാ ഫസ്റ്റ് ഡോട്ട് ഇടുക, ഉള്ളിലോട്ട് വലിച്ചു കൊടുക്കുക. ഡോട്ട് ഇടുക, ഉള്ളിലോട്ട് വലിച്ചു കൊടുക്കുക. ഈ ഉള്ളിലോട്ട് വലിക്കുമ്പോൾ എന്ത് ചെയ്യുക, അധികം പ്രഷർ കൊടുക്കാണ്ട്, അതായത് ഫസ്റ്റ് ആ ഡോട്ടുമ്പോൾ നമ്മൾ അത്യാവശ്യം പ്രഷർ കൊടുക്കുന്നുണ്ടല്ലോ, ആ പ്രഷർ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേലെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ താഴോട്ടും ചെയ്യുക. അതായത് താഴെ സൈഡിൽ നിന്നും ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇതെന്താണ്, ഇതുപോലെ നമ്മൾ ഹെന്ന എന്താണ് സിമ്പിളായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. പിന്നെയാണ് വൈൻസ്. ഈ വൈൻസ് ഇല്ലാണ്ട് വേറെ പരിപാടി ഇല്ല എന്ന് പറയാം. കാരണം വൈൻസ് ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. വൈൻസാണ് ഒരു മെഹന്തിയിൽ ലൈൻസ് പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് നല്ല പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് റിലീസ് ചെയ്യുക. ആ ഒരു സംഭവം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ആദ്യം കുഞ്ഞൊരു ലൈന് വരയ്ക്കുക, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നല്ലോണം പ്രഷർ അപ്ലൈ ചെയ്തിട്ട് കുഞ്ഞിതായിട്ടൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്പുറവും ഇപ്പുറവും ചെയ്യാം. ഇത് ലൈൻസ് ആയിക്കോട്ടെ, നമ്മളുടെ കോളംസ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ചെയ്യണം, ഏത് ഡിസൈനിലാണെങ്കിലും ഈ ഒരു സംഭവം ഫ്ലോറൽ ഡിസൈനായിട്ടും അതുപോലെ ഇനി അങ്ങനെയല്ല ഏതൊരു ഡിസൈനായിട്ടും, ഏതൊരു സിമ്പിൾ ഹെന്ന ആയിക്കോട്ടെ ബ്രൈഡൽ ഹെന്ന ആയിക്കോട്ടെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭരിക്കുന്ന ഒരാൾ തന്നെയാണ് വൈൻസ്. വൈൻസ് ഈ ലൈനുമ്പോൾ മാത്രമല്ല കേട്ടോ നമ്മൾ ചൂസ് ചെയ്യുക, പല സംഭവങ്ങളുമല്ലോ ഈ ഒരു വൈൻസ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് പാമ്പിനെ പോലെ വരയ്ക്കുക. പാമ്പിനെ പോലെ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ താഴോട്ട് മുകളിലോട്ട് താഴോട്ട് മുകളിലോട്ട് അങ്ങനെ വരയ്ക്കുക. ഇതിലിങ്ങനെ താഴോട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ കുണ്ട് മാതിരി നിൽക്കണം, ഈ ഒരു ഉള്ളിലോട്ട് നിൽക്കുന്ന സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യുക, നമ്മളുടെ വൈൻസിനെ അപ്ലൈ ചെയ്യുക. ഇതും ഒരു മെയിൻ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈൻസ് ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. അതിനുള്ള എക്സാമ്പിളായിട്ടാണ് അതുകൂടെ നമ്മൾ കാണിച്ചു തരുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ അമ്പ് പ്ലസ് ഡോട്ട്സ്, അതായത് അമ്പുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഡോട്ട്സ് ഇട്ടിട്ടുള്ള ഡിസൈനാണ് കാണിച്ചു തരുന്നത്. അതിനാദ്യം ലൈൻസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പിൽ ഇങ്ങനെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഉള്ളിലോട്ടായിട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളുടെ ഡോട്ട്സ്, ഒരു വലിയ ഡോട്ട് പിന്നെ ഒരു ചെറിയ ഡോട്ട്, വലിയ കുത്ത് ചെറിയ കുത്ത് വലിയ കുത്ത് ചെറിയ കുത്ത്, ആ ഒരു ടൈപ്പിൽ ആയിക്കഴിഞ്ഞാൽ ഹമ്പ് പ്ലസ് ഡോട്ട്സ് കംപ്ലീറ്റ് ആവും. ഇതൊന്നും നിങ്ങൾ ഒറ്റ തവണ അല്ല ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം, എന്നാലേ നിങ്ങൾക്ക് പ്രാക്ടീസ് ആവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കുറച്ചുകൂടെ ഒരു ടഫുള്ള ചെയ്യാട്ടോ. അപ്പോൾ സ്പൈറൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഹമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്,
വൈൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ വരുന്ന 2 ഡിസൈൻ കാണിച്ചു തരാം. ആദ്യം നമ്മളുടെ സ്പൈറലിനെ വരയ്ക്കുന്നുണ്ട്. സ്പൈറൽ നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, മുന്നേ ചെയ്തതുകൊണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ എന്ത് ചെയ്യുക, ഹമ്പുകളെ വരയ്ക്കുക. ഈ ഹമ്പുകളെ ഈ റൗണ്ട് ഷേപ്പിന് ചുറ്റുഭാഗം എന്ത് ചെയ്യുക, റാ ഷേപ്പിലൊന്ന് മൂടിയെടുക്കുക. പിന്നെയാണ് നമ്മളുടെ വൈൻസിന് എന്ത് ചെയ്യുക, നിങ്ങളിപ്പം നേരെ പഠിച്ചല്ലോ വൈന്, അതിനിങ്ങനെ റൗണ്ട് ഷേപ്പിൽ എന്ത് ചെയ്യുക, ചുറ്റിക്കൊണ്ടുവരിക. അത് ആ തല മുതൽ ഈ തല വരെ വരോളം ഇതിനെ റൗണ്ട് ഷേപ്പിൽ എന്ത് ചെയ്യുക, വൈൻസിന് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കട്ടോ. ഞാൻ വൈൻസ് മുകളിൽ നിന്നും താഴോട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈൻസ് ഇടാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് എന്താ പറയുക ട്രിക്സും കാര്യങ്ങളും വരും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയും പഠിക്കാം. ഇപ്പം എന്ത് ചെയ്യുക, ജസ്റ്റ് നീളത്തിൽ വരച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് റിലീസ് ചെയ്യുക, അങ്ങനെ പഠിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു സെയിം വേറൊരു ഡിസൈൻ കാണിച്ചു തരാം. ഇവർ 3 പേരും കൂടെ വരുന്ന അവിടെ മെയിൻ ഞാൻ പറഞ്ഞല്ലോ, ലൈൻസ് ഇല്ലാതെ നമുക്കൊരു പരിപാടിയില്ല. അതുകൊണ്ട് ലൈൻസിന് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത ലൈൻ ഇതുപോലെ വരച്ചിട്ടുണ്ട്. അതിന് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഹമ്പുകളെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മളെ സ്പൈറലിന് ഇനി പഠിപ്പിച്ചു തരണ്ടല്ലോ, നമ്മൾ അത്രയും തവണ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ നമ്മൾ ഹമ്പുകളെ വരച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പും നമ്മൾ ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. അടുത്തതും ഇതുപോലെ തന്നെ സ്പൈറൽ വരയ്ക്കുക, അമ്പുകൾ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ടും സ്പൈറൽ വരയ്ക്കുക, അമ്പുകൾ വരയ്ക്കുക. ഇങ്ങനെ നമ്മൾ എത്ര ലൈൻ ഉണ്ടോ, ഇപ്പം നമ്മൾ കൈമലൊക്കെയാണ് ഇടണമെന്നുണ്ടെങ്കിൽ ആ കൈമക്ക് ഒരു ലൈൻസ് ഇടണ ആ ഒരു ഫിനിഷിങ് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ സ്പൈറൽ വരയ്ക്കുക, അമ്പ് വരയ്ക്കുക. ആ ഒരു പ്രോസസ്സിൽ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെയാണ് വീണ്ടും നമ്മൾ ആ വൈൻസിൻ്റെ കാര്യം. 3 വൈൻസ് നമുക്ക് ഇതുപോലെ, ആദ്യത്തത് ചെറുത്, നടുത്തത് കുറച്ചുകൂടെ മുകളിലോട്ട്, പിന്നെ സൈഡത്തത് ആദ്യത്തെ അതേ സൈസിൽ. അങ്ങനെ ഇതുകൂടെ ചെയ്താൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ബെറ്റർ ആവട്ടാ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സൈഡിൽ ഞാൻ ഇതുപോലെ ജസ്റ്റ് കൊടുക്കുകയാണ് ഒരു ഫിനിഷിങ്ങിന്. ഈ സ്പൈറലിൻ്റെ ഒക്കെ മുകളിലായിട്ട് ഒരു ഡോട്ടും കൂടെ കൊടുത്താൽ ഈ ഒരു ഡിസൈന് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെത്തേഡ് കൂടെ ശ്രദ്ധിക്കുക. അടുത്തത് സർക്കിൾ ലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സർക്കിൾ ഉണ്ട്, കഴിയുമ്പോൾ ലൈൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലൈനിനെ ആദ്യം വരയ്ക്കണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈൻസ് വരയ്ക്കൽ നല്ല പ്രാക്ടീസ് ചെയ്യണം. ലൈൻസ് വരയ്ക്കണത് ബോറായി കഴിഞ്ഞാൽ നമ്മളുടെ മുകളിൽ വരയ്ക്കണ ഒരു ഡിസൈനും നന്നാവില്ല. നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, ആ ലൈൻസിൻ്റെ മുകളിൽ റൗണ്ട് ഷേപ്പിൽ റൗണ്ട്സ് വരച്ചു കൊടുത്തിട്ട് ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്താൽ അടുത്ത റൗണ്ടിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യരുത്. ആ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ മറ്റൊരു വൈൻസാണ് കാണിച്ചു തരുന്നത്. ഇത് കുറച്ച് ഹെവി ടൈപ്പാണ്. നമ്മൾ അറബിക് ഡിസൈന് അതുപോലെ തന്നെ സിമ്പിൾ ഡിസൈൻസൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഈ വൈൻസ് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വൈൻസിന് മാതിരി ചെറിയ വൈനല്ല, കുറച്ച് നീട്ടി വലിച്ചിട്ട് അങ്ങോട്ട് വലിച്ചു കൊടുക്കുക. നിങ്ങൾ പഠിച്ചതല്ലേ, അപ്പോൾ അങ്ങോട്ട് കുറച്ച് നീട്ടിയിട്ടൊക്കെ വലിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫിനിഷിങ് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ ഒരു ഡോട്ട് ഇട്ടിട്ട് താഴോട്ട് വലിച്ചു കൊടുക്കുക. ആ ഡിസൈനും ഈ ഒരു വൈനും കൂടെ ഫിനിഷ് ചെയ്യണതാണ് ഈ ഒരു ഡിസൈൻ. ഇത് നമ്മളൊരു തൂവൽ പോലെ ഏത് ഷേപ്പിലും വരക്കട്ട. ഞാൻ ഈ ഒരു ഷേപ്പ് വരച്ചെന്നേ ഉള്ളൂ. ഈ ഷേപ്പ് വരയ്ക്കാൻ പറ്റണവർ ഈ ഷേപ്പ് വരയ്ക്കുക. ഞാൻ അതെല്ലാം വേറെ മെത്തേഡ് ചെയ്തിട്ട് വേറെ കുറച്ച് ഡിസൈൻസ് ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളിഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ കഴിയുമോ ആ ഒരു മെത്തേഡിലൊക്കെ നിങ്ങൾക്ക് പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നുമില്ല, പക്ഷേ ഈ ഒരു എലമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഡിസൈൻസൊക്കെ വേണമെങ്കിൽ വരച്ച് പഠിക്കട്ടോ. അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് നീട്ടി വലിച്ചിട്ട് നമ്മളെ വൈൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഡോട്ട്സ് ഇട്ടിട്ട് ഒന്ന് താഴോട്ട് വലിക്കുക, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വലിക്കുക. അങ്ങനെ ഈ ഒരു ഡിസൈന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മാക്സിമം മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഡോട്ടഡ് റിങ്സ് ആണ്. ഡോട്ടഡ് റിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളുടെ സ്പൈറലിനെ ഒന്ന് വരച്ചെടുക്കുക. എൻ്റെ മെഹന്തി കഴിയാനായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഇതിൽ ഒരു പ്രശ്നം ഇല്ലാണ്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ചുറ്റുഭാഗം
വലിയ കുത്ത് ചെറിയ കുത്ത്, വലിയ ഡോട്ട് ചെറിയ ഡോട്ട്, വലിയ ഡോട്ട് ചെറിയ ഡോട്ട്, ആ ഒരു ഇതിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോട്ടഡ് റിങ്ങും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥം. അപ്പോൾ ഇതൊക്കെ നല്ല സിമ്പിളാണ് കേട്ടോ. ചെയ്തെടുത്താലും പ്രാക്ടീസ് ചെയ്താലും എല്ലാവർക്കും ചെയ്തെടുക്കാനും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മളുടെ ഫാൻസി സ്വേൾ. അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് താഴേന്ന് ഇങ്ങനെ മുകൾക്ക് കൊടുന്നിട്ട് നമ്മളെ സ്പൈറൽ അങ്ങോട്ട് വല്ലാണ്ട് ചുറ്റാണ്ട് ഒറ്റ സ്പൈറൽ, അത് നേരെ താഴോട്ട്, പിന്നെ അതിൻ്റെ മുകളിലോട്ട്, പിന്നെ അതിൻ്റെ താഴോട്ട്, അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് വരച്ചിട്ട് ഈ ഒരു അറ്റത്തുനിന്ന് ആ ഒരു അറ്റത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ഒരു സംഭവം റിപ്പീറ്റായിട്ട് താഴോട്ടും മുകളിലോട്ട് എന്നുള്ള രീതിയിൽ ചെയ്താൽ നമ്മളുടെ ഈ ഒരു ഫാൻസി സ്വേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ വേറെ ഡിസൈനിൽ ചെയ്യാം. ഇത് കുറച്ച് ചെറിയ ചെറിയ ഡിസൈൻസ് ആയിട്ട് ചെയ്തെടുത്താൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. അടുത്തത് നമ്മൾ ജസ്റ്റ് 2 ഫ്ലവേഴ്സ് കാണിച്ചു തരാം. ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷേ നമ്മൾ ബേസിക്കലി സിമ്പിളായിട്ടുള്ള 2 ഫ്ലവർ പഠിക്കുക. അതിനും നമ്മളുടെ മെയിനായിട്ടുള്ള ആൾ, അതായത് സ്പൈറലിൻ്റെ മുകളിൽ ഈ ഒരു ഷേപ്പ് തന്നെ, ഷേപ്പ് കുറച്ച് വലുതാക്കിയിട്ടിടുക. അതാണ് നമ്മളുടെ ഫ്ലവർ. അല്ലാണ്ട് വലിയ ടാസ്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു ഷേപ്പിൽ ഇതൊന്നുകൊണ്ട് ഫിനിഷ് ചെയ്യുക. ഈ റൗണ്ടിന് ചുറ്റുഭാഗം ഒന്ന് വരച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് മുകളിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പെർഫെക്റ്റ് ആവും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആവും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫ്ലവർ കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഷെയ്ഡിങ് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഷെയ്ഡിങ് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫിനിഷ് ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ആ മുകളിൽ ചെയ്ത ഷെയ്ഡിങ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, താഴേന്ന് മുകളിലോട്ടും മുകളിൽ നിന്ന് താഴോട്ടും ചെയ്തെടുത്താൽ ഇതൊരു ഫിനിഷിങ് ഫ്ലവർ ആവും കേട്ടോ. ആ ഫ്ലവറിനെ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഷേപ്പിൽ എന്ന് വരച്ച ആ മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മൾ ഒന്നുകൂടെ മെഹന്തി വെച്ചിട്ട് കട്ടി കൊട്ടി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു എന്താ പറയുക, ജീവൻ വെച്ച പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്നുകൂടെ ഒരു ഫിനിഷിങ് കിട്ടും ആ ഒരു ഫ്ലവറിന്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വേറൊരു ഫ്ലവർ വരയ്ക്കുകയാണ്. അതിന് നമ്മൾ ഇതുപോലെ തന്നെ നമ്മളുടെ സ്പൈറൽ വരച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവർ ഒന്നുകൂടെ ഒരു ഇതുണ്ട് കേട്ടോ, വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഷേപ്പ് ഒന്നുകൂടെ ഇങ്ങനെ ആ ഒരു അറ്റം ഇങ്ങനെ ഒന്ന് കൂർത്തിട്ട് ആ ഒരു ടൈപ്പിലുള്ളൊരു ഡിസൈനാണ്. അതും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക, ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫിനിഷിങ് ഇങ്ങനെ കിട്ടും. ഇങ്ങനത്തെ ഒരു 2 ഫ്ലവറാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. ബാക്കി ഫ്ലവേഴ്സ് നമുക്ക് എന്ത് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ഇത്രയാണ് നമ്മളുടെ ബേസിക് എലമെൻറ്റ്സ് ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഇത് മറക്കാണ്ട് പഠിക്കുക, മാക്സിമം പഠിക്കാൻ നോക്കുക. ഇനിയും പാർട്ടായിട്ട് നമ്മൾ ഓരോരോ ക്ലാസ്സുകൾ ഷെയർ ചെയ്യും കേട്ടോ. നമ്മളുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, എളുപ്പത്തിൽ നോക്കിയിട്ട് പഠിക്കുക. ഡേ ബൈ ഡേ ആയിട്ട് നമുക്ക് ഓരോ ക്ലാസ്സും സെക്ഷൻസും ഞാൻ കാണിച്ചു തരാം. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഇതിൽ കമൻ്റായിട്ട് ചോദിക്കുക. എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ.